പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 1:05 മുതൽ 1:30 വരെയുള്ള 25 മിനിറ്റ് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് നടത്തിയത് ഭീകരമായ ആക്രമണമായിരുന്നു. പാകിസ്ഥാന്റെ 9 തീവ്രവാദ കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ തുരുതുര നിറയൊഴിച്ചു. കൂടാതെ ഇന്ത്യൻ കരസേന അതിർത്തിക്കിപ്പുറത്ത് നിന്ന് അതിഭീകരമായ മിസൈൽ ആക്രമണം നടത്തി. കടലിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ തകർന്നടിഞ്ഞത് പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ ആക്രമണത്തെ തടുക്കാൻ കഴിയാത്തത്? സാധാരണയായി രാജ്യങ്ങൾക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ആ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ആക്രമണങ്ങളെ ഒരു പരിധിവരെ ചെറുക്കുന്നതാണ്. എന്നാൽ ഇന്ത്യയുടെ ഒരു വെടി പോലും പാഴായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇവിടെ പരാജയപ്പെട്ടത് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ചൈന പാകിസ്ഥാന് നൽകിയ HQ-9 എന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യയുമായുള്ള ലൈൻ ഓഫ് കൺട്രോൾ, ഇന്ത്യയുമായുള്ള അതിർത്തിയിൽ ഉടനീളം പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും ഇന്ത്യയുടെ ഒരു റോക്കറ്റിനെയോ ഒരു മിസൈലിനെയോ ഒന്ന് പ്രതിരോധിക്കാൻ ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല. അതേസമയം ഇന്ത്യയുടെ അതിർത്തി കടന്നു വന്ന പാകിസ്ഥാന്റെ J-17 എന്ന ചൈനീസ് നിർമ്മിത ജെറ്റിനെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം സൂര്യകിരൺ തകർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പാളിയത്? ചൈനീസ് നിർമ്മിതമായ HQ-9 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പാളിച്ചയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നമ്മൾ സാധാരണയായി പറഞ്ഞു കേൾക്കാറുണ്ട് ചൈനീസ് സാധനമെന്ന്. ഡ്യൂപ്ലിക്കേറ്റിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ചൈനീസ് നിർമ്മിതം, ചൈനീസ് ഉൽപ്പന്നം. ചൈനീസ് ഉൽപ്പന്നം എന്നാൽ അതിൻ്റെ അർത്ഥം അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ആ ഒരു പഴമൊഴി അന്വർത്ഥമാവുകയാണ്. ചൈന വളരെ സ്നേഹത്തോടു കൂടി ഒരു മാൻഡ്രേക്കിനെ പോലെ പാകിസ്ഥാന് കൈമാറിയ വ്യോമ പ്രതിരോധ സംവിധാനം HQ-9 അമേരിക്കയുടെ താഡ് ബാറ്ററിയെയും ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെയും റഷ്യയുടെ S-300 S-400 സീരീസിനെയും ഒക്കെ മറികടക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം എന്ന നിലയ്ക്ക് പാകിസ്ഥാന് ചൈന നൽകിയതാണ് HQ-9 വ്യോമ പ്രതിരോധ സംവിധാനം. എന്നാൽ ഇന്ത്യയുടെ ആക്രമണങ്ങൾ തുടങ്ങിയ ശേഷം ഒരു പൊട്ടാസ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പോലും ഈ പേര് കേട്ട വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല. ചൈന പാകിസ്ഥാനെ ചതിക്കുകയായിരുന്നു. ഡ്യൂപ്ലിക്കേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനം നൽകി ചൈന പാകിസ്ഥാനെ കബളിപ്പിച്ചു എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രത്തോളം കാര്യക്ഷമത മാത്രമേ ഉള്ളൂ ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്. ഇന്ത്യയുടെ ഒരാക്രമണത്തെ, ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളുടെ, ഇന്ത്യയുടെ റഫാലിന്റെ, ഇന്ത്യയുടെ മിറാഷിന്റെ, ഇന്ത്യയുടെ ജാഗ്വാറിന്റെ ഒക്കെ ആക്രമണത്തെ അവ ചാട്ടുളി പോലെ, റഡാറിനെ പോലും കബളിപ്പിച്ചുകൊണ്ട് ചാട്ടുളി പോലെ മിന്നൽ വേഗത്തിൽ, ശബ്ദത്തെക്കാൾ വലിയ വേഗത്തിൽ പാകിസ്ഥാന്റെ വ്യോമാകാശത്തെത്തി പാകിസ്ഥാനിൽ ആക്രമണം നടത്തി നിമിഷ നേരം കൊണ്ട് കണ്ണടച്ച് തുറക്കും മുമ്പേ തിരികെ ഇന്ത്യയിലേക്ക് എത്തുന്ന ആ തീവ്രമായ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കരുത്തോ അതിനുള്ള സാങ്കേതിക ശേഷിയോ ചൈനയുടെ ഈ HQ-9 വ്യോമ പ്രതിരോധത്തിനില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. നമ്മൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ അടുത്ത കാലത്ത് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധവും അതുപോലെ തന്നെ അമേരിക്കയുടെ വ്യോമ പ്രതിരോധവുമാണ്. ഇസ്രായേലിൻ്റെത് കിടയേറ്റതാണ്. അയൺ ഡോം സംവിധാനം, ഇന്റർസെപ്റ്ററുകൾ അടക്കമുള്ള അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനം, അത് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അതിനൊപ്പം കിടപിടിക്കുന്നതാണ് അമേരിക്കയുടെ താഡ് ബാറ്ററി. അമേരിക്ക തന്നെ അവരുടെ താഡ് ബാറ്ററിയുടെ 2 യൂണിറ്റുകൾ അത് ഇസ്രായേലിന് കൈമാറി. അപ്പോൾ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധം കൂടുതൽ കരുത്തുറ്റതായി. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ യമനിൽ നിന്ന് ഹൂതികൾ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് 23 or 24 ബാലിസ്റ്റിക് മിസൈലുകളാണ്, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ. ഈ 24 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളിൽ 23നെയും ഈ അയൺ ഡോം പ്രതിരോധ സംവിധാനം അവരുടെ വ്യോമ പരിധിക്ക് മുന്നിൽ വെച്ച് തന്നെ തകർത്തു തരിപ്പണമാക്കി. ആ തകർത്ത ആ മിസൈലിൻ്റെ ചില അവശിഷ്ടങ്ങൾ
ചില അവശിഷ്ടങ്ങൾ, വളരെ ചെറിയ അവശിഷ്ടങ്ങൾ തന്നെ ഇസ്രായേലിനുള്ളിൽ പതിച്ചപ്പോൾ ഒരു സ്കൂൾ കെട്ടിടം ഒന്നാകെ തകർന്നു നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എത്രമാത്രം ഭീമാകാരമാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ. അവ ഭൂമിയിൽ പതിച്ചാൽ ഒരു ഭൂപ്രദേശം മുഴുവൻ കത്തിച്ചാരമാകും. അപ്പോൾ എത്രത്തോളം വലിയ നാശനഷ്ടം ഒരു ബാലിസ്റ്റിക് മിസൈലിന് ഉണ്ടാക്കാൻ കഴിയും. അതിൽ അങ്ങനെയുള്ള 23 ബാലിസ്റ്റിക് മിസൈലിനെയും ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം പ്രതിരോധിച്ചു. 24ാമത്തതിനെ പ്രതിരോധിക്കുന്നതിൽ അയൺ ഡോം സംവിധാനത്തിന് വലിയ വീഴ്ച പറ്റി. അതാണ് ബെൻ ഗുരിയോൺ എയർപോർട്ടിന് സമീപം പതിച്ചത്. എന്നിട്ടും ജനവാസ മേഖലകളിലല്ല പതിച്ചത്, അത് ആ ഒരു പ്രദേശത്ത് പതിച്ചു. അവിടെ വലിയ തീപിടുത്തമുണ്ടായി. അങ്ങനെ അതൊക്കെയാണ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കരുത്ത്. ഇവിടെ മറ്റൊരു വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് കൂടി നമ്മൾ കുറച്ചു കാലം മുമ്പ് ചർച്ച ചെയ്തതാണ്. അത് ഇറാൻ്റെതാണ്. റഷ്യൻ നിർമ്മിതമായ S-300 ആണ് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം. ആ വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, നാണം കെടുത്തിക്കൊണ്ടാണ് 2024 നവംബർ മാസം 22-ാം തീയതി ഇസ്രായേൽ ഇറാനിനുള്ളിൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയതിന് സമാനമായി ഇസ്രായേലിൻ്റെ വ്യോമ പരിധിക്ക് മുകളിലെത്തുന്നു. ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിലെത്തി ടെഹ്റാനിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്തി അരമണിക്കൂറിനകം തിരിച്ചു വരുന്നു. S-300 എന്ന ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഒരു ചെറിയ വെടി പൊട്ടിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്രത്തോളം അഡ്വാൻസ്ഡ്, അത്രത്തോളം ആധുനികമാണ് ഈ ഇസ്രായേലിൻ്റെയൊക്കെ ഫൈറ്റർ ജെറ്റുകൾ. ഇവിടെ ഇന്ത്യ ഉപയോഗിക്കുന്നത് റഷ്യയുടെ ഏറ്റവും ആധുനികമായ വ്യോമ പ്രതിരോധ വെർഷനായ S-400 ആണ്. ഇറാൻ ഉപയോഗിക്കുന്ന S-300-നേക്കാൾ പുതിയ മോഡേണൈസ്ഡ് ആയിട്ടുള്ള S-400 ആണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തികൾ സുസജ്ജമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഗ്ല എസ് എന്ന് പറയുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഉപയോഗിക്കുന്ന 90ഓളം മിസൈലുകൾ റഷ്യ ഇന്ത്യക്ക് കൈമാറി. ആ മിസൈലുകൾ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിനൊപ്പം തന്നെ ചേർന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ആകാശം ഇന്ത്യ കൃത്യമായി സുരക്ഷിതമാക്കുന്നു. ഇന്ത്യയുടെ വ്യോമ പരിധി കടന്ന് പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ മിസൈലോ റോക്കറ്റുകളോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകളോ വരാൻ സാധ്യമല്ല എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. ഇവിടെ താരതമ്യം ചെയ്യപ്പെടുന്നത് ചൈന പാകിസ്ഥാന് നൽകിയ HQ-9 വ്യോമ പ്രതിരോധ സംവിധാനം വെറും പൊള്ളയായിരുന്നു, വെറും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ആക്രമണം തടുക്കാനോ ചെറുക്കാനോ ഒന്ന് അനങ്ങാനോ പോലും അവർക്ക് പറ്റാത്തത്.